എന്തായാലും ഇനി ട്രാഫിക്കിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ട്രാഫിക് പോലൊരു സിനിമയിലേക്ക് എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? ആദ്യ സിനിമ പരാജയപ്പെട്ട ശേഷം ഞാൻ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല. പക്ഷെ അതിനുശേഷം സഞ്ജയ് എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ബോബി സഞ്ജയ് അതിലെ സഞ്ജയ് എന്റെ വീടിനടുത്താണ്. എനിക്ക് എന്റെ വീട് അപ്പന്റെയും കണ്ട് അവരോട് വളരെ ഞാൻ റെസ്പെക്ടബിൾ ആയിട്ട് ആണ് സഞ്ജു. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു റോഡി പുള്ളിയെ പോയി പരിചയപ്പെടുന്നു. അതൊരിക്കലും ഒരു സിനിമ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടായിരുന്നില്ല. എനിക്കിഷ്ടമുള്ള റൈറ്റർ, ഞാൻ ബഹുമാനിക്കുന്ന റൈറ്റർ പുള്ളിയെ പരിചയപ്പെടുന്നു. അങ്ങനെ പോയി പരിചയപ്പെട്ടു. പക്ഷെ ഒരു ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഏറ്റവും എനിക്ക് അനുയോജ്യനായ അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തായ സഞ്ജയ് മാറുകയായിരുന്നു. ഞങ്ങളുടെ സിനിമാ ചിന്തകളും അല്ലെ എന്താണ് പറയുക ടേസ്റ്റുകളും ഒരേപോലെയാണെന്നും വളരെ വേഗം ഞങ്ങൾ എന്താണ് പറയുക നല്ല സിങ്കായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണുകയും സിനിമയെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തു. അതിനിടയിൽ അതായത് ഞാൻ വിശ്വസിക്കുന്ന ട്രാഫിക് ഇങ്ങനെ വിജയമാവാൻ ഒരു കാരണം സിനിമയ്ക്ക് വേണ്ടിയല്ല ഞാൻ സഞ്ജയുടെ അടുത്ത് പോയത്, അല്ലെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് സംഭവിച്ചേനെ. അപ്പോൾ പക്ഷെ ഇത് ശരിക്കും ഒരു നല്ല സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്താണ് ഒരുമിച്ചൊരു സിനിമ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനം എടുക്കുമായിരുന്നു. അല്ലാതെ സിനിമ ചെയ്യാൻ വേണ്ടി ഒന്നിച്ചവരല്ല ഞങ്ങൾ. സുഹൃത്തുക്കളായ ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഒരു ചിന്ത വരെ കടന്നു വന്നത്. ഒരുപാട് സഹായകരമായി. എങ്കിലും ഈ ട്രാഫിക്കിന്റെ ആ കഥാ തന്തുവിലേക്ക് എത്താനുള്ള സാഹചര്യം അതെങ്ങനെയായിരുന്നു? അത് ഞങ്ങൾ ഒരുമിച്ചൊരു പടം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഞാൻ സഞ്ജുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു യൂഷ്വൽ സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ നേരത്തെ പരാജയം നൽകിയ പാടത്ത് ചെയ്യുന്നു. പിന്നെ ഞാനൊരു നല്ല സിനിമ ആസ്വാദകനാണ്. കാരണം മലയാളത്തിൽ ഒരേ ചട്ടക്കൂട്ടിലുള്ള പടമാണ് എപ്പോഴും വരുന്നത്. അതേസമയം തമിഴിലും ഹിന്ദിയിലും എല്ലാം പരീക്ഷണ ചിത്രങ്ങളും വ്യത്യസ്ത ചിത്രങ്ങൾ വരികയും അതിനെ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ അഭിമാനിച്ചിരുന്ന മലയാള സിനിമ നമ്മളന്ന് തമിഴ് പടങ്ങളെയൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനേക്കാൾ മോശമായ രീതിയിലേക്കാണ് പോയത്. സ്ഥിരം മസാല പടങ്ങളുടെ ലെവലിലേക്കാണ് മലയാള സിനിമ കൂപ്പുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഹൃദയത്തിൽ സൂക്ഷിക്കാനൊക്കെ ഈ സമയത്ത് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ നന്നായി ഓടിപ്പോയേനെ, അല്ലെ ആൾക്കാർ അംഗീകരിച്ചേനെ. കാരണം അത്രത്തോളം മോശമായ ലെവലിലേക്ക് മലയാള സിനിമ തരം താഴുകയായിരുന്നു. പക്ഷെ ഇനിയും ചെയ്യുവാണെങ്കിൽ അന്തസ്സുള്ളൊരു സിനിമ ചെയ്യുക. കാരണം പരാജയമായാലും വിജയമായാലും ചെയ്യുന്നത് 100% ആത്മാർത്ഥയോടെ ചെയ്യുക എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതിനെന്നെ സഹായിച്ചത് ഞാൻ എടുത്തു പറയട്ടെ സഞ്ജയാണ്. കാരണം സഞ്ജു എന്റെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് മാറ്റി, സിനിമയോടുള്ള കാഴ്ചപ്പാട് മാറ്റി. മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി. കാരണം ഞാൻ ഈ പറഞ്ഞ പരാജയത്തിന്റെ ഇതിൽ നിൽക്കുമ്പോൾ വളരെ ഒരു എന്താ പറയുക മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, പോസിറ്റീവായിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചതും എന്നെ ശീലിപ്പിച്ചതും സഞ്ജയാണ്. അപ്പോൾ ഇനിയും ഒരു പടം ചെയ്യുവാണെങ്കിൽ വളരെ സത്യസന്ധമായി ചെയ്യുക. അറ്റ്ലീസ്റ്റ് എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, എന്റെ അച്ഛനെ അഭിമാനിക്കാവുന്ന ഒരു പടം ചെയ്യുക, എണ്ണപ്പെട്ടൊരു സിനിമ ചെയ്യുക. അങ്ങനെയാണ് ട്രാഫിക്കിലേക്ക് കിടക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു ഇന്റർകണക്ട് സ്റ്റോറിയെ കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കുറെ നാളുകൾക്ക് ശേഷം 1 വർഷത്തോളം ആ കഥ മുന്നോട്ട് പോയ സമയത്താണ് ഇങ്ങനെ മദ്രാസിൽ നടന്നൊരു സംഭവത്തെ പറ്റി സഞ്ജയ് ഒരു ആർട്ടിക്കിൾ എന്നോട് വായിക്കാൻ പറയുന്നത്. ഞാനത് വായിക്കുന്നു. ഒരു പ്രമുഖ മലയാള പത്രത്തിൽ സൺഡേ സപ്ലിമെന്റ് വന്നൊരു ആർട്ടിക്കിൾ എന്നാണ് ശരിക്കുള്ള കഥാതന്തു രൂപപ്പെടുന്നത്. അത് മദ്രാസിൽ നടന്നൊരു സംഭവ ഒരു ഇൻസിഡന്റിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വായിക്കുകയും ഇന്ന് നമ്മൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ എല്ലാം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്. പക്ഷെ ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ലൈഫിനെ വളരെ പോസിറ്റീവായി കണ്ട ഒരു ഡോക്ടർ ദമ്പതികളുടെ കഥയാണ്. കാരണം അവരുടെ ജീവിതമാണ്. കാരണം അവരുടെ ഒരേ ഒരു മകൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ ഹൃദയം കൊടുക്കാൻ തയ്യാറാവുന്ന ശ്രീരാജ്, നമ്മൾ അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയും പടം കാണാത്തവർക്ക് അതൊരു എങ്കിലും അപ്പോ അതായിരുന്നു അതിലേക്ക് എത്താനുള്ള ആ ഒരു പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു അതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം. ഇപ്പോ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ സിനിമ അതൊരു പ്രണയകഥയായിരുന്നു. രണ്ടാമത്തെ ചിത്രം ത്രില്ലർ, ട്രാഫിക് വന്നിട്ട് ത്രില്ലർ മൂഡിലുള്ള ചിത്രമായിരുന്നു. താങ്കൾ എന്ന ഫിലിം മേക്കർ ഏത് ജനറിൽ പെട്ട സിനിമ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്? വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആരെങ്കിലും ചോദിക്കണം ഞാൻ ആഗ്രഹിച്ചില്ല. ഇത്ര സൂക്ഷ്മമായ നിരീക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.
കാരണം പലരും പറയുന്നുണ്ട് ഇപ്പം ആദ്യത്തെ പരാജയപ്പെട്ടപ്പോൾ വിട്ടു, ഇപ്പം വിജയിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഇതുപോലുള്ള പടം വേണം തരാൻ, അല്ലെ ഇങ്ങനത്തെ സ്റ്റോറീസ് വേണം ചെയ്യാൻ. പക്ഷെ ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ ഇനിയും ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ടാൽ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ത്രില്ലർ ആയിരിക്കില്ല ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരു ചട്ടക്കൂട്ടിലും ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം വിദേശ സിനിമയെ പറ്റി പറയണം, സ്പിൽബർഗ് ഒരേ സമയം ET ചെയ്യുന്നു, അല്ലെങ്കിൽ ജോസ് ചെയ്യുന്ന സ്പിൽബർഗ് അതേസമയം തന്നെയാണ് മറ്റേ പർപ്പിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതായത് സീരിയസ് സിനിമകളും അല്ലെ സയൻസ് ഫിക്ഷൻ സിനിമകളും ഒരേ സമയം തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. ഏത് ചെയ്താലും അതിനോട് 100% സത്യസന്ധത പുലർത്തുക. പക്ഷെ മാത്രമല്ല, ഇപ്പം ഒരു ജനസിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ തരം പടങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യണമെന്ന് എനിക്കുണ്ട്, എല്ലാത്തരം പടങ്ങൾ ചെയ്യാൻ പറ്റണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള തീമും സബ്ജക്റ്റും ആയിരിക്കും ഞാൻ അടുത്ത പടത്തിൽ സ്വീകരിക്കുക. ഞങ്ങൾ കൂടുതൽ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇതിലെ ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്ത ശ്രീ അനൂപ് മേനോൻ, നാസർ എന്ന റോൾ കൈകാര്യം ചെയ്ത ശ്രീ അനൂപ് മേനോൻ, അദ്ദേഹം ഒരു പ്രശസ്തനായ തിരക്കഥാകൃത്ത് കൂടിയാണ്. അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിലല്ലാതെ ഒരു മറ്റെന്തെങ്കിലും രീതിയിൽ തന്റേതായ കോൺട്രിബ്യൂഷൻസ് ട്രാഫിക് എന്ന ചിത്രത്തിന് നൽകിയിട്ടുണ്ടോ? ഇല്ല കേട്ടോ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ സിനിമയിൽ അഭിനയിച്ചവരിൽ ഇപ്പൊ അനൂപ് മേനോൻ മാത്രമല്ല, ശ്രീനിയേട്ടൻ ഒരു മലയാളത്തിലെ എക്കാലത്തെയും നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. നടനേക്കാൾ ഉപരി അദ്ദേഹം തിരക്കഥാകൃത്തും സംവിധായകനാണ്. പക്ഷേ ഈ പറഞ്ഞ ശ്രീനിയേട്ടൻ ആയിക്കോട്ടെ, അല്ലെ വിനീത് ശ്രീനിവാസൻ ആയിക്കോട്ടെ, അല്ലെ അനൂപ് മേനോൻ ആയിക്കോട്ടെ, ആരും ഇതിന്റെ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. കാരണം അതിന് മറ്റൊരു കാരണം, ഫുൾ ബൗണ്ട് ചില സ്ക്രിപ്റ്റാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് ഇവർക്ക് എല്ലാവർക്കും. പൂർണ്ണമായും ഞങ്ങൾ ഹോംവർക്ക് ചെയ്ത് തയ്യാറാക്കിയ ഫുൾ സ്ക്രിപ്റ്റാണ് ഈ ഓരോ താരങ്ങൾക്കും ഞങ്ങൾ ഏൽപ്പിച്ചത്. മാത്രമല്ല, ഇത് ഡിഫറെന്റ്, ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും ഡിഫറെന്റ് തീം ആയതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ വിശ്വസിക്കാൻ അവർക്ക് നിവൃത്തിയുള്ളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഒരാളും ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. അതൊരു എല്ലാവരും ഞങ്ങളുടെ ഫോറത്തിൽ തന്നെ ഒരുപാട് പേര് അത് ചർച്ച ചെയ്തൊരു പോയിന്റ് ആയിരുന്നു. താങ്കൾ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തതിന് വളരെയധികം നന്ദി. ഇനി മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ഇനി ചെയ്യുന്നത് ഒരു വലിയ നല്ല സിനിമയായിരിക്കണം, അതൊരു അർത്ഥവത്തായ സിനിമയായിരിക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു താങ്കൾക്ക്. അങ്ങനെ ഒരു ശക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നപ്പോൾ തന്നെ അതിന്റെ വാണിജ്യ വശങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക വിജയമാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നില്ലേ? പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും, പക്ഷെ ഒട്ടും തന്നെ ഇല്ലായിരുന്നു ആശങ്ക. കാരണം അതെന്താണെന്നറിയോ, ഞാൻ ഈ കാലയളവിൽ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അല്ലെ അറിഞ്ഞ അറിവിൽ നിന്നും ഉള്ള കാര്യമാണ്. നമ്മൾ ഒരു കാര്യത്തെ, ഇപ്പം ഞങ്ങൾ ഈ പടത്തിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, അതിനുവേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്താൽ, ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ പ്രകൃതിയും നമ്മളോടൊപ്പം നിൽക്കും. അത് തന്നെയാണ് ഞങ്ങൾ പടത്തിലൂടെയും പറയാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ ലൈഫിലൂടെയും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് വീണ്ടും പ്രൂവ് ചെയ്യപ്പെടുകയാണ് എൻ്റെ ലൈഫിലും അത്. കാരണം സത്യസന്ധമായ ഒരു സിനിമ ചെയ്യുക, തികഞ്ഞ ആത്മാർത്ഥതയോടെ ഒരു സിനിമ ചെയ്യുക, അതിന് 101% അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും സമീപിക്കുക. ബാക്കി എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ശക്തി, അത് നമ്മൾ അനുഗ്രഹിക്കും. പ്രകൃതി എന്ന് വിശ്വസിക്കുന്ന ശക്തിയും, അല്ലെ നമ്മൾക്ക് ദൈവം, അല്ലെ ഓൾമൈറ്റി എന്ന് പറയുന്ന ശക്തിയും അത് അനുഗ്രഹിക്കും. കാരണം നമ്മൾ നമ്മുടെ ഭാഗം അങ്ങേയറ്റം അർപ്പണബോധത്തോടെ ആത്മാർത്ഥതയോടെയും ചെയ്യണം. അല്ലാതെ നമ്മൾ പറയുകയും ഉള്ളിൽ ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ഡൗട്ട് ഉണ്ടായേ പോയി. പക്ഷെ 101% ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി എന്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും, ഉറപ്പാണ്. ഇപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ട്രാഫിക് എന്ന ചിത്രം ഒരു സാമ്പത്തിക പരാജയമായിരുന്നുവെങ്കിൽ അതിന്റെ ഭാരം താങ്ങാൻ താങ്കളുടെ ഇന്നത്തെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിന് ശേഷമുള്ള അവസ്ഥയിൽ താങ്ങാൻ കഴിയുമായിരുന്നു? സാമ്പത്തിക ഭാരം താങ്ങാൻ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറാണ്, എനിക്കല്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അത്ര ആത്മാർത്ഥത പുറപ്പെട്ടപ്പോൾ ആ ആത്മാർത്ഥത കണ്ടതാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിനും ഇതിന് തുനിഞ്ഞിറങ്ങിയത്. കാരണം ഇപ്പൊ ലിസ്റ്റിന് ഇതിൽ വന്ന ആദ്യത്തെ പ്രൊഡ്യൂസർ അല്ല. പലരും ഈ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് സംശയങ്ങളുണ്ടായിരുന്നു, ചിലർക്ക് ഉറപ്പ് പോരായിരുന്നു, പലർക്കും ഞാനായിരുന്നു ഒരു വിലങ്ങുതടി. കാരണം ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ്, വിനീത് ശ്രീനിവാസൻ ഒക്കെ കൊള്ളാം, പക്ഷെ രാജേഷ് പിള്ള ഒരു പരാജിത സംവിധായകനാണല്ലോ, അത് ശരിയാവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനിയേട്ടൻ വിശ്വസിക്കുന്നു, സഞ്ജയ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ
അപ്പോൾ സഞ്ജയനെ പറഞ്ഞു ഈ പറഞ്ഞ 1-2 നമ്പറുകളോട്. അതായത് ഞാൻ ഇതിനു മുമ്പ് എഴുതിയത് എൻ്റെ ഇവിടെ പൊന്നി സിബി മലയിലാണ് ചെയ്തത്. നോട്ട്ബുക്ക് റോഷൻ ആൻഡ്രൂസ് ആണ്. എനിക്ക് ഓഫറുകൾ വരാഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ ഞാൻ എഴുതാൻ ഒരാൾക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അയാൾ എന്തെങ്കിലും കണ്ടിട്ടാവുമല്ലോ, അതെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ സീനിയറിനെ പോലുള്ള ഒരാൾ, സീനിയറിനും മിനിയും വളരെ ചൂസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. വളരെ ചൂസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അവരിതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ എന്തെങ്കിലും കാണുമല്ലോ. കാരണം അങ്ങനെയുള്ള വിശ്വാസമാണ് ഈ പ്രൊഡ്യൂസർക്ക് വരാൻ കാരണം.